ഹായ് ഫ്രണ്ട്സ്, ഇത് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്നത് പരിപ്പിൽ മുരിങ്ങയില വെച്ച സാമ്പാറാണ്. നമുക്ക് കണ്ടു നോക്കാം. മുരിങ്ങയില കഴുകി വൃത്തിയാക്കി, 2 തക്കാളി, ചുവന്നുള്ളി 1 പിടി, 2 വെളുത്തുള്ളി, 1 കഷ്ണം കായം, 2 വറ്റൽമുളക്, നെല്ലിക്ക വലിപ്പം പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചത്, 2 തണ്ട് കറിവേപ്പില, ബാക്കി മസാലകൾ. ആദ്യം പരിപ്പ് അടപ്പത്തേക്ക് ഇടാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, വേവിക്കാൻ വെക്കണം. എൻ്റെ കായപ്പൊടി ഇല്ലാത്താണ് കായം ഇടുക. 1/4 ടീസ്പൂൺ മഞ്ഞൾ. ഇത് വേവിക്കാൻ വെക്കാം, ഒറ്റ വിസിൽ. പാൻ അടപ്പത്തേക്ക് വെക്കാം. അത് നമുക്ക് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാം. ഉള്ളി, വെളുത്തുള്ളി ഇട്ടാം. അല്പം വെളിച്ചെണ്ണ, ഈ കറി ഞാനിവിടെ ആദ്യമായിട്ട് വെക്കണം. സാമ്പാറിൽ മുരിങ്ങയില ഇട്ടിട്ട് ഞാൻ ഫോണിൽ കണ്ടിട്ട് ഉണ്ടാക്കാൻ പോകണം. ട്രൈ ചെയ്ത് നോക്കണമല്ലോ, എല്ലാതും ട്രൈ ചെയ്യണ്ടേ. ഞാനൊരു പരീക്ഷണമാണ് കഴിക്കണവരൊരു പരീക്ഷണമാണ്. പരിപ്പ് 2 വിസിലായി നിർത്തിയിട്ടുണ്ട്. ഈ പരിപ്പ് തിളയ്ക്കുന്ന വിസിൽ വരുമ്പോൾ ഇങ്ങനെ സട വരാണ്ടിരിക്കാൻ അല്പം വെളിച്ചെണ്ണ വയ്ക്കണം. ഞാനത് വിട്ടുപോയി, അത് എനിക്കുണ്ടായി. നമുക്കിതിൽ മസാല ചേർക്കാം. മുളക് പൊടി 1.5 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ സാമ്പാർ പൊടി 1 ടീസ്പൂൺ, അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ പരിപ്പിലിട്ടുണ്ട്. ഇതിലല്പം പൊടികളുടെ പച്ചമണം മാറണ വരെ നമുക്ക് ഇളക്കാം. ഇത് മൊരിഞ്ഞുണ്ട്, ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ വെറൈറ്റി കറികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ ഞാൻ ട്രൈ ചെയ്യാം. ഇപ്പോൾ വെന്തു. ഇതിലേക്ക് മസാല ആക്കി വെച്ച ഉള്ളി, തക്കാളി ഒന്ന് വാട്ടാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാറില്ലേ, പരിപ്പ് ഇത് വേഗം വേവണം. പരിപ്പ് തക്കാളി വെന്തു, നമുക്ക് ഇനി പരിപ്പിലേക്ക് ഒഴിക്കാം. നമുക്ക് മുരിങ്ങയില ചെറിയതായിട്ട് വാട്ടും. പിന്നെ അതിങ്ങനെ കുഴഞ്ഞു കൊടുക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവും. വാടിയില്ലെങ്കിൽ നമുക്ക് പരിപ്പിലേക്ക് ഇടാം. ഇത് മുരിങ്ങയില കഴിക്കാത്തവര് സാമ്പാർ പരിപ്പ് മുരിങ്ങയില സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാത്തവരും കഴിക്കും. ഇനി പുളി പിഴിഞ്ഞ് ഒഴിക്കാം. ഓരോരുത്തരെ പുളിക്കനുസരിച്ച് എനിക്ക് പുളി നല്ല പുളിയാണ് ഇഷ്ടം. പുളി മുളക് താല്പര്യമില്ല. നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ്. നല്ല കട്ടിയാണ്, ഇരിക്കുമ്പോഴും കട്ടി കൂടും. അടുപ്പ് കത്തി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ടുണ്ടായില്ല, മുരിങ്ങയില ഇടാം. അടിയൊന്ന് പൊങ്ങില്ല. കറി തിളയ്ക്കാറായി. നമുക്കിനി കടുക് പൊട്ടിച്ചിട്ട് അതിന് ചട്ടി അടപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് ഓയിൽ ഒഴിക്കുക. അങ്ങനെ പൊട്ടട്ടെ. തൃശ്ശൂർ പൂരത്തിന്
സാമ്പിൾ എടുത്തിട്ട് കൂട്ടിക്കും. ഇതുപോലെ അങ്ങ് പൊട്ടട്ടെ. നമ്മൾ ലാസ്റ്റ് വെക്കില്ല, കറിയിലേക്ക് ഒഴിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.